എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക പേർക്കും പാവക്ക അധികം കഴിക്കാൻ ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ പാവക്ക കൊണ്ട് ഒട്ടും കയ്പില്ലാതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. പാവക്ക ഒട്ടും കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കറിയുടെ അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഒരു 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഞാനിപ്പോൾ ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. അതുപോലെ ചെറിയുള്ളി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വറുത്ത് കിട്ടിക്കോളും. ഇനി നല്ല ബ്രൗൺ നിറമാവണ വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ ഈ ഒരു നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എരിവും മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കയ്പങ്ങ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് മസാലപ്പൊടികൾ ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കണില്ല. ഈ ഒരു തേങ്ങയിലേക്ക് മാത്രമാണ് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ, അതല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മിനിറ്റ് നേരത്തേക്കൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. ഇത് നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് കയ്പങ്ങ വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിത്തുടങ്ങിയാൽ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവക്ക കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു പാവക്കയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഇനി ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് കറിക്കൊന്നുകൂടി ടേസ്റ്റ്. ഇതിന് പകരം സവാള ആയാലും മതി. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഈ കയ്പങ്ങ കഷ്ണങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചെറിയുള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വേവിച്ചെടുക്കുക. പടച്ച് വെച്ച് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. ഞാനിപ്പോൾ അത് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേവണ ആ ടൈമിൽ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കുക. തേങ്ങ ഇപ്പോൾ നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്പങ്ങ കഷ്ണങ്ങൾ വെന്തുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആ കയ്പങ്ങയും വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അടുപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പോളം പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതിൻ്റെ ആ ഒരു വെള്ളമാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പുളിവെള്ളം മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കയ്പങ്ങയുടെ ആ ഒരു കയ്പ് രുചി ഇതിൽ നിന്നും പോയി കിട്ടുന്നത്. ഇനി ഇതൊന്ന് തിളക്കണം. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഈ ഒരു കറി. ഞാനൊരല്പം വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഒരുപാടങ്ങ് ലൂസാക്കണ്ട. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ അളവ് നോക്കുക, പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ വീണ്ടും ഒന്ന് ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അത് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് താളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ എണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഒട്ടും തന്നെ കയ്പ് രുചിയില്ല. പാവക്ക കയ്പ് കാരണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാവും അധിക പേരും. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും കഴിച്ചു പോകും. അതുപോലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കൂടുതൽ റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.